നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ, കാഞ്ഞങ്ങാട്. ICC ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യക്ക്. ദുബായ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ ഇന്നലെ നടന്ന ഫൈനലിൽ ന്യൂസിലൻഡിനെ 4 വിക്കറ്റിന് തോൽപ്പിച്ചാണ് ഇന്ത്യ മൂന്നാം തവണയും കിരീടം ഉയർത്തിയത്. 2013 ശേഷം ഇന്ത്യ നേടുന്ന ആദ്യ ICC ഏകദിന കിരീടമാണിത്. ആദ്യം ബാറ്റ് ചെയ്ത ന്യൂസിലാൻഡ് ഡാരിൽ മിച്ചലിൻ്റെയും മൈക്കൻ ബെസേലിൻ്റെയും അർദ്ധ സെഞ്ചുറിയുടെ മികവിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 251 റൺസെടുത്തു. മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യ 49 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ ഓവർ ശേഷിക്കെ ലക്ഷ്യം മറികടന്നു. ക്യാപ്റ്റൻ ഇന്നിംഗ്സ് പുറത്തെടുത്ത് 76 റൺസെടുത്ത രോഹിത് ശർമ്മയുടെയും 46 റൺസെടുത്ത ശ്രേയസ് അയ്യരുടെയും പുറത്താവാതെ 34 റൺസെടുത്ത KL രാഹുലിൻ്റെയും ഇന്നിംഗ്സുകളാണ് ഇന്ത്യൻ വിജയത്തിൽ നിർണായകമായത്. CPM സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച നയരേഖയിലെ ചർച്ചയ്ക്ക് മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. പാർട്ടി നയങ്ങൾക്ക് അകത്തു നിന്നാണ് നയരേഖയെന്നും നടത്തിപ്പിൽ സുതാര്യത ഉണ്ടാകുമെന്നും കൂടാതെ ജനങ്ങളോട് കാര്യങ്ങൾ വിശദീകരിച്ച ശേഷമായിരിക്കും നടത്തിപ്പെന്നും അദ്ദേഹം വ്യക്തമാക്കി. സെസ് ചുമത്തുക ലക്ഷ്യമല്ലെന്നും സാധ്യത മാത്രമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വികസനത്തിന് ജനം അനുകൂലമാണെന്നും അവരെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകുമെന്നും തുടർഭരണമാണ് ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. CPM സംസ്ഥാന സമിതിയിലേക്ക് 17 പുതുമുഖങ്ങൾ ഉൾപ്പെടെ 89 പേരെ തെരഞ്ഞെടുത്തു. EP ജയരാജനും TP രാമകൃഷ്ണനും സംസ്ഥാന കമ്മിറ്റിയിൽ തുടരും. 5 ജില്ലാ സെക്രട്ടറിമാരെയും മന്ത്രി R ബിന്ദുവിനെയും സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി. ശാന്തകുമാരിയും R ബിന്ദുവുമാണ് പുതിയ വനിതാ അംഗങ്ങൾ. ബിജു കണ്ടക്കൈ, ജോൺ ബ്രിട്ടാസ്, M രാജഗോപാൽ, KF റഫീഖ്, M മെഹബൂബ്, VP അനിൽ, KP അബ്ദുൽ ഖാദർ, M പ്രകാശൻ മാസ്റ്റർ, VK സനോജ്, V വസീഫ്, K ശാന്തകുമാരി, R ബിന്ദു, അനിൽകുമാർ, K പ്രസാദ്, TR രഘുനാഥ്, S ജയമോഹൻ, DK മുരളി എന്നിവരാണ് പുതിയ പുതുമുഖങ്ങൾ. എല്ലാവരുമായി ചർച്ച ചെയ്ത് അഭിപ്രായങ്ങൾ സ്വീകരിച്ച് മുൻവിധിയില്ലാതെ പിണറായി വിജയൻ സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച നയരേഖയിലെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുമെന്നും ആരും പ്രതീക്ഷിക്കാത്ത മാറ്റം കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നുവെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. സംസ്ഥാന സെക്രട്ടറി എന്നത് വലിയ ഉത്തരവാദിത്തമായി കാണുന്നുവെന്നും പാർട്ടിയെ കൂട്ടായി നയിക്കുമെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. CPM സംസ്ഥാന സമിതിയിൽ എടുത്തില്ല എന്ന കാരണത്താൽ അതൃപ്തി പരസ്യമാക്കി മുതിർന്ന നേതാവ് A പത്മകുമാർ. അതൃപ്തി പരസ്യമാക്കിയ പത്മകുമാർ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കാതെയാണ് കൊല്ലത്ത് നിന്ന് മടങ്ങിയത്. പച്ചതിവ്, വഞ്ചന, അവഹേളനം, 52 വർഷത്തെ ബാക്കി പത്രം ലാൽ സലാം എന്നാണ് പത്മകുമാർ ഇതിന് പിന്നാലെ ഫേസ്ബുക്കിൽ കുറിച്ചത്. സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എടുക്കുമ്പോൾ കഴിഞ്ഞ കാലത്തെ സമര സംഘടനാ പ്രവർത്തനങ്ങളും കണക്കിലെടുക്കണമായിരുന്നുവെന്നും ഇന്നല്ലെങ്കിൽ നാളെ പാർട്ടിക്ക് ബോധ്യപ്പെടേണ്ടി വരുന്നുവെന്നും അദ്ദേഹം പ്രതികരിച്ചു.